പാർട്ടി മാറ്റം ആഴത്തിൽ ആലോചിച്ച ശേഷം മാത്രം എന്ന മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന എ. സുരേഷ് ഒരു പാർട്ടിയിലും ചേരാൻ നിലവിൽ ഉദ്ദേശിക്കുന്നില്ല. ആലോചിച്ച ശേഷം കെ.പി.സി.സി നേതൃത്വത്തിന് മറുപടി നൽകും. തന്റേതല്ലാത്ത കാരണത്താലാണ് CPM-ൽ നിന്നും പുറത്താക്കിയത്. പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് താൻ ശബ്ദമുയർത്തിയതെന്നും എ. സുരേഷ് പറഞ്ഞു. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പണ്ട് പറയായിരുന്നു, നീ വല്ല BJP-യിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ പോയി പ്രവർത്തിച്ച് കുറച്ചു കാലം കഴിഞ്ഞാൽ നിന്നെ നേരെ പാർട്ടിയിലേക്ക് എടുക്കുകയും നല്ല സംവിധാനങ്ങൾ നിനക്ക് ഒരുക്കുകയും ചെയ്യുമെന്ന് പലരും തമാശ രൂപത്തിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെന്നോട് സംസാരിച്ച് വളരെ അനുഭവപൂർവ്വമായി സംസാരിച്ചത്, വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്, എന്നെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ അവരോട് നോ എന്നും പറഞ്ഞിട്ടില്ല, എസും പറഞ്ഞിട്ടില്ല. അല്ല, ഇതൊരു തീരുമാനം എടുക്കുന്നത് ചെറിയൊരു ദോശ ചുട്ടെടുക്കുന്നത് പോലെ തീരുമാനങ്ങളല്ലല്ലോ. വളരെ ആഴത്തിൽ ആലോചിക്കാനുണ്ട്. എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് എന്നെ പുറത്താക്കിയതാണ്. അതെനിക്ക് നല്ല വിശ്വാസം ഉണ്ടാക്കാറുണ്ട്. പാർട്ടിക്കകത്ത് പുടുക്കുത്തുകൾ കടന്നുകൂടാൻ കാരണം അജണ്ടകൾ നിശ്ചയിച്ച് വരുന്ന ആളുകൾക്ക് ചില അജണ്ടയുണ്ടാവും. കോൺഗ്രസിലേക്ക് എന്ന വാർത്തകൾ തള്ളി BJP നേതാവ് പ്രമീള ശശിധരനും രംഗത്തെത്തി. 1 കോടി രൂപ തന്നാലും കോൺഗ്രസിലേക്ക് പോകില്ല എന്നും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നും പ്രമീള ശശിധരൻ പ്രതികരിച്ചു. കോൺഗ്രസിലേക്ക് പോകണു എന്നുള്ള ഒരു ചർച്ച പോലും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു കാരണവശാലും ഒരു പാർട്ടിയിലേക്കും പോയില്ല. അതിന് കോടികൾ തരാ പറഞ്ഞാലും ഞാൻ പോവില്ല എന്നുള്ളത് പറയുന്നു. പ്രമീള ശശിധരൻ പാലക്കാട് നഗരസഭയിലൊരു ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വളരെ സ്നേഹിച്ചു നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നാൽ അവർക്ക് ഗുണം കിട്ടും എന്നുള്ള രീതിയിൽ അവർ വെറുതെ ഹൈപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ ഉത്തരവാദിയല്ല. BJP-യോ ഒരു വ്യക്തിപരമായിട്ട് ഞാനോ ഇതിന് ഉത്തരവാദിയല്ല. ഞാൻ ഒരു പ്രസ്ഥാനത്തിലേക്കും പോവില്ല. എൻ്റെ പ്രസ്ഥാനം BJP തന്നെ മാത്രമാണ്. അതേസമയം ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ കോൺഗ്രസിനൊപ്പം സഹകരിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പാലക്കാട്ടെ CPM വിമതർ വ്യക്തമാക്കി. നിരവധി അസംതൃപ്തരായ കമ്മ്യൂണിസ്റ്റ് അടിമകളായി ജീവിക്കാൻ പറ്റാത്ത നിരവധി ആളുകൾ പാലക്കാട് ജില്ലയ്ക്കകത്തുണ്ട്. ഈ പാലക്കാട് ജില്ലയിലെ മഹത്തായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നേതൃത്വത്തിന്റെ അഹങ്കാരവും ധിക്കാരത്തിന്റെയും ഭാഗമായി ഇങ്ങനെ അടിമകളായി കുറെ പേരെ നിർത്തി ഈ സംഘടന കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. അതിനെതിരായിട്ട് പ്രതികരിക്കുന്ന പ്രതികരണ ശേഷിയുള്ള നിരവധി നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്തുണ്ട്. അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. PK ശശി എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പോലുള്ള മറ്റു നിരവധി നേതാക്കന്മാർ ഈ പാർട്ടിക്കകത്ത് ജില്ലയിൽ ഇപ്പോഴും അടിമകളായി ഒരു പ്രതികരണ ശേഷിയുമില്ലാതെ നിൽക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അവരുമായിട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊഴിഞ്ഞാമ്പാറയിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നണി അല്പം നേട്ടമുണ്ടാക്കിയതാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരാൻ അല്ലെങ്കിൽ അത് വിപുലീകരിക്കാനുള്ള ആലോചനയാണോ ഇപ്പോൾ വിമതർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സുരേഷിന്റെ കാര്യത്തിൽ പാർട്ടി പതാക പുതച്ചു വേണം മരിക്കാൻ എന്നൊക്കെയുള്ള ഒരു കത്ത് പാർട്ടി സെക്രട്ടറി MA ബേബിക്ക് ജനറൽ സെക്രട്ടറിക്ക് അയച്ചു എന്നുള്ളൊരു വിവരം കൂടി ഇതിനകം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പാർട്ടി തന്നെ കൂടി ഉൾക്കൊള്ളുക എന്ന ആവശ്യത്തിന്മേലുള്ള മറുപടി കിട്ടിയ ശേഷം തീരുമാനമെന്നാണോ അറിയാനാകുന്നത്? അതോടൊപ്പം BJP വനിതാ നേതാവ് നേരത്തെ വന്ന വാർത്തകൾ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇക്ബാൽ, സ്മൃതി, അതായത് ഈ V.S. അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന A. സുരേഷ് കോൺഗ്രസുമായി ചർച്ച നടത്തുന്നു. കോൺഗ്രസ് അദ്ദേഹത്തെ മലമ്പുഴയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് താൻ ഒരിക്കലും പാർട്ടി മാറില്ല, താൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ തുടരും എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെയും ഇന്നുമായി അദ്ദേഹം നടത്തുന്ന പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ മാറ്റം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് A. സുരേഷിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. KPCC നേതൃത്വം തന്നെ സമീപിച്ചിരുന്നു. ആ സമയത്ത് താൻ ഒരു യെസ് എന്നോ നോ എന്നോ ഒരു മറുപടിയും നൽകിയിട്ടില്ല. എന്നാലും ആഴത്തിലുള്ളൊരു ചിന്തകൾക്ക് ശേഷം മാത്രമേ അത്തരത്തിലൊരു തീരുമാനം സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ CPM എന്ന പാർട്ടിയിൽ തിരുത്തലുകൾ വരേണ്ടതുണ്ട്. ചില പുഴുക്കുത്തുകൾ പാർട്ടിക്കകത്ത് കയറി കൂടിയിട്ടുണ്ട്. അവർ ഈ പാർട്ടിയെ നശിപ്പിക്കുന്നു, അവർ മാത്രം മതി ഈ പാർട്ടിയിൽ എന്ന ചിന്തയാണ് അവർക്കുള്ളത്. താൻ ഉൾപ്പെടെയുള്ള പല ആളുകളും വിഭാഗീയത എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉൾപ്പെടെ പല ആളുകളെയും പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. 12 വർഷമായി താൻ എന്ത് തെറ്റാണ് ചെയ്ത്, എന്ത് തിരുത്തലാണ് വരുത്തേണ്ടത് എന്ന് ചോദിച്ച് പാർട്ടി നേതാക്കളെ സമീപിക്കുന്നു. പക്ഷേ ഒരു മറുപടിയും പാർട്ടിയിൽ നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായാലും കൃത്യമായിട്ട് ആലോചനകൾക്ക് ശേഷം മാത്രമേ പാർട്ടി മാറണോ അല്ലെങ്കിൽ വേണ്ടയോ എന്ന രീതിയിലുള്ളൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇന്ന് സുരേഷിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കൊഴിഞ്ഞാമ്പാറയിൽ അതല്ലെങ്കിൽ CPM വിമതരുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ കൊഴിഞ്ഞാമ്പാറയിലുള്ള CPM-ന്റെ വിമത നേതാക്കളാണ് ഇപ്പോൾ ഈ പുതിയ പാർട്ടി രൂപീകരണം, അതായത് CPM വിമതരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു പാർട്ടി രൂപീകരണത്തിലേക്ക് കടക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറും CPM-ന്റെ മുൻ ചിറ്റൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സതീഷ്. പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച് നിൽക്കുന്ന
നിൽക്കുന്ന പല ആളുകളും CPM-ന് അകത്തുണ്ട്. പാർട്ടി അടിമകളായി നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അടിമകളായി നിന്നുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തയുള്ള ആളുകൾക്ക് തങ്ങളുമായി സഹകരിക്കാം, പുതിയ പാർട്ടിയിലേക്ക് വരാം. അങ്ങനെ പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് CPM-ന്റെ ഇപ്പോഴത്തെ ഈ നിലവിലെ പോക്കിനെതിരെ പോരാടാം എന്നുള്ളതാണ് ഇപ്പോൾ സതീഷ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ കോൺഗ്രസിനോടുകൂടി സഹകരിച്ചുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക. എപ്പോൾ ഈ പുതിയ പാർട്ടി രൂപീകരണം ഉണ്ടാവും, ഏതൊക്കെ മണ്ഡലങ്ങൾ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉടൻ തന്നെ വ്യക്തത വരുത്തും എന്നുള്ളതും സതീഷ് വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള ആളുകളെ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കം കോൺഗ്രസ് നടത്തുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ആ വിവരങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് പ്രമീള ശശിധരൻ. താൻ ഒരു കോൺഗ്രസ് നേതാവുമായും ചർച്ച നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസിന് അങ്ങനെ തൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹൈപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. തന്നെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ അത് അവരുടെ മാത്രം ശ്രമങ്ങളായിരിക്കും. താൻ എന്തായാലും അത്തരത്തിലൊരു പാർട്ടി മാറ്റത്തെക്കുറിച്ചോ മുന്നണി മാറ്റത്തെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രമീള ശശിധരനും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.